ഹായ് സ്വീറ്റീസ്, ഇന്ന് ഞാൻ നിങ്ങൾക്കായി കാണിക്കാൻ പോകുന്നത് നല്ലൊരു ബനാന പാക്കാണ്. ഇതുപോലത്തെ ഒരു പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ ഇങ്ങനെ ഫോർക്ക് വെച്ച് നന്നായിട്ട് നമ്മൾ ഉടയ്ക്കണം. നല്ല പഴുത്ത പഴമാണ് നല്ലത്. നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമുക്കിതിലോട്ട് തൈര് അപ്ലൈ ചെയ്യണേ. ഒരു 2 ടീസ്പൂൺ തൈര് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ആ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമുക്ക് അതിനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണേ, കട്ടകളൊന്നും പാടില്ല കേട്ടോ. ഇത് നല്ലൊരു പാക്കാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുഖമൊക്കെ നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആവും കേട്ടോ. എന്നിട്ടാണെങ്കിൽ റിങ്കിൾസൊക്കെ പോയി കിട്ടും. പിന്നെ നല്ലപോലെ സ്കിന്ന് റിപ്പയർ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ആദ്യത്തെ യൂസിൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നല്ലപോലെ ഡൾനെസ്സൊക്കെ മാറി കിട്ടുമേ. പെട്ടെന്നൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ വരും. പിന്നെ വേണ്ടത് നമുക്ക് കസ്തൂരി മഞ്ഞളാണ്. അത് ഒരല്പം കുറച്ച് ഇതിൽ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇത് പിന്നെ ഏത് പാക്ക് ഇടുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളൊരു പാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതിയേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇത് ഒരാഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. അത്രയ്ക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുമേ. പിന്നെ എൻ്റെ ചാനലിൽ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള പല വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം കാണണം കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. പിന്നെ ഈ ഇട്ടതിന് ശേഷം എന്നിട്ട് നമ്മൾ നന്നായിട്ട് നമ്മുടെ ഹാൻഡ്സോ ഫേസൊക്കെ ആണെങ്കിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ടൊരു 10-15 മിനിറ്റ് വരെ ഉണങ്ങാൻ വേണ്ടി ഇട്ടേക്കണം. പിന്നെ നല്ലൊരു പാക്കാണ്. പിന്നെ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ കമൻസൊക്കെ ഇട്ടാൽ മാത്രമേ എനിക്ക് എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇത് നല്ലപോലെ അപ്ലൈ ചെയ്യണേ. നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോഴത്തേനും വാഷ് ചെയ്യുക.